വിനോദ് ബലിയ എന്നൊരു ചെറിയ ഗ്രാമത്തിൽ തന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചു വന്നിരുന്നു. അദ്ദേഹത്തിന് 4 ആൺമക്കളും പിന്നെ ഭാര്യ ഊർമിളയും ഉണ്ടായിരുന്നു. അഭയായിരുന്നു ഇളയവനും ഒരുപാട് നിഷ്കളങ്കനും. അതെ, അഭയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചിന്തയുമില്ല. അങ്ങനെയൊന്നുമില്ല, ഞാനും അതിനെക്കുറിച്ചാ ചിന്തിക്കുന്നത്. 3 പേരും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ ഒരു കല്യാണമെങ്കിലും കഴിപ്പിക്കൂ. ഇതിലൂടെ ചിലപ്പോൾ അവന്റെ ഭാവിയും നന്നാകും. ഒരു ദിവസം ദേഷ്യത്തിൽ അഭയുടെ വലിയേട്ടൻ അഭയെ വഴക്ക് പറഞ്ഞ് കൃഷിനിലത്തിലേക്ക് കൊണ്ടുപോയി. അവനെ കൊണ്ട് അവിടെ നന്നായി ജോലി ചെയ്യിപ്പിച്ചു. ഇതിലൂടെ അവന് വയ്യാണ്ടുമായി. അച്ഛാ, ഞങ്ങൾക്കിനി ഇവനെ ഒന്നും നോക്കാൻ വയ്യ. ഇങ്ങനെ അസുഖങ്ങൾ പിടിപെടാൻ വേണ്ടി ഇവൻ ദിവസവും എവിടെ പോകുന്നെന്നേ അറിയില്ല. മരുമോളെ, നീ എന്താ ഈ പറയുന്നത്? അഭയ് അവന്റെ ചേട്ടന്മാർ പറഞ്ഞതുപോലെ വയലിൽ പണി ചെയ്തു. നിങ്ങൾ അവനെ നോക്കിയില്ലെങ്കിൽ വേറെ ആര് നോക്കാനാ? അമ്മേ, ഇവൻ എന്ത് ജോലിയാ ചെയ്യുന്നെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പാവം തോന്നുന്നുണ്ടെങ്കിൽ അമ്മ തന്നെ നോക്കൂ. അതെ അമ്മേ, ഞങ്ങൾക്കിതിനൊന്നും പറ്റില്ല. വീട്ടിലെ ഈ അവസ്ഥ കണ്ട് വിനോദ് അഭയ്ക്ക് വേണ്ടി പെണ്ണാലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ദൂരെ ഒരു ഗ്രാമത്തിൽ ഗുഡിയ എന്നൊരു പെൺകുട്ടിയെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞു. ആ പെൺകുട്ടിയോടൊപ്പം അഭയ്ക്ക് കല്യാണവും നിശ്ചയമായി. അച്ഛാ, എന്നെ എന്തിനാ അത്രയും ദൂരം പറഞ്ഞയക്കുന്നത്? ഞാൻ പോയാൽ അച്ഛനെ ആര് നോക്കും? നോക്കുമോളെ, നീ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ നിന്നെ ഒരു നല്ല വീട്ടിലേക്ക് ആലോചന നടത്തി വന്നിട്ടുണ്ട്. പയ്യൻ നല്ല മര്യാദക്കാരനും നല്ല സ്വഭാവമുള്ളവനാണ്. ശരി, അച്ഛന്റെ ഇഷ്ടം പോലെ അച്ഛാ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഗുഡിയയുടെ കല്യാണവും അഭയോടൊപ്പം നടന്നു. ഗുഡിയ അമ്മായിയമ്മ വീട്ടിൽ പോയി നന്നായി പെരുമാറി. വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അവർ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഒരു ദിവസം, നോക്കൂ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? നിങ്ങളുടെ ചേട്ടന്മാർ നിങ്ങളോട് മര്യാദയില്ലാതെ പെരുമാറുന്നു. ഇല്ല ഗുഡിയെ, ഇതെന്റെ ചേട്ടന് ഒരുപാട് ഇഷ്ടമാ. അവരിൽ നിന്നും പിരിഞ്ഞുപോയി ഞാൻ ജോലി നോക്കില്ല. എനിക്ക് കൃഷിയല്ലാതെ വേറെ ഒരു ജോലിയും അറിയില്ല. അഭയ് ഇങ്ങനെ പറഞ്ഞതും ഗുഡിയ ഒന്നും മിണ്ടാതെ നിന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഗ്രാമത്തിൽ വെള്ളപ്പൊക്കവും വന്നു. ഇത് കാരണം അവർക്ക് കൃഷിപ്പണി ചെയ്യാനേ പറ്റിയില്ല. അങ്ങനെ 3 ചേട്ടന്മാരും വേറെ ജോലി അന്വേഷിച്ചു പോയി. അച്ഛാ, അഭയോട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറയൂ. ജീവിതം മുഴുവനും അവനെ ഇരുത്തി ഭക്ഷണം കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് വയ്യ. നീ ഒന്നോർത്തും വിഷമിക്കണ്ട മോളെ, അവന് വേണ്ടി ഞാനിവിടെയുണ്ട്. അയ്യോ ചേച്ചി, ഇദ്ദേഹത്തിനോട് എന്തിനാ പറയുന്നേ? ഇദ്ദേഹം തന്നെ വെറുതെ ഇരുന്ന് കഴിക്കുന്ന ഒരാളാ. ഇദ്ദേഹം എന്ത് പറയാനാ? ഇതെല്ലാം കേട്ട് ഗുഡിയ ഒരുപാട് വിഷമിച്ചു. അവൾ അവളുടെ മുറിയിൽ പോയി ഒരുപാട് കരഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം അവൾ തന്റെ അമ്മായിയച്ഛനോട് ഒരു അനുവാദം ചോദിച്ചു. അച്ഛാ, ഞാൻ ഇദ്ദേഹത്തെയും കൂട്ടി എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകട്ടെ? അവിടെയുള്ള ഞങ്ങളുടെ നിലത്തിൽ കൃഷി ചെയ്ത് ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾ അത് ചെയ്യൂ. അടുത്ത ദിവസം അഭയോട് സംസാരിച്ച് ഗുഡിയ അഭയോടൊപ്പം തന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോയി. അവിടെ അഭയ് കൃഷിപ്പണി ചെയ്യാൻ തുടങ്ങി. ആ കൃഷിനിലത്തിൽ ഉരുളക്കിഴങ്ങ് നന്നായി വിളയുമായിരുന്നു. ഈ സ്ഥലത്തിൽ ഉരുളക്കിഴങ്ങ് നന്നായി വിളയും. അപ്പോൾ നിങ്ങൾ അത് തന്നെ വിളവെടുക്കൂ. ഞാനും നിങ്ങളെ സഹായിക്കാം. മാർക്കറ്റിൽ ഉരുളക്കിഴങ്ങിന് നല്ല വിലയാണ്. അഭയ് ഉരുളക്കിഴങ്ങ് തന്നെ കുഴിച്ചിട്ടു. 2 മാസത്തിന് ശേഷം ഉരുളക്കിഴങ്ങ് നന്നായി കിളിർത്തു വരാൻ തുടങ്ങി. എന്നാൽ ആ സമയം ആ ഗ്രാമം മുഴുവനും ഉരുളക്കിഴങ്ങ് നന്നായി വിളവെടുത്തു. ഇത് കാരണം മാർക്കറ്റിൽ ഉരുളക്കിഴങ്ങിന്റെ വില ഒരുപാട് കുറഞ്ഞു. ഗുഡിയെ, ഇങ്ങനെയായല്ലോ. നമ്മുടെ അധ്വാനം എല്ലാം പാഴായിപ്പോയി. നമ്മൾ ഇറക്കിയ പണമെല്ലാം വെള്ളത്തിൽ വീണതുപോലെ ആയല്ലോ. നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാം. അവിടെ ഉണ്ടായിരുന്ന ഉരുളക്കിഴങ്ങിന്റെ ചാക്കിൽ നിന്നും ഒരു ഉരുളക്കിഴങ്ങ് ഉരുണ്ട് ഗുഡിയയുടെ കാലിന്റെ അടുത്ത് വന്നു. അത് കണ്ട് ഗുഡിയ ഷോക്കായി പോയി. അപ്പോഴാണ് അവൾക്ക് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് ഒരു ഐഡിയ വന്നത്. ഗുഡിയ ഒരുപാട് ഉരുളക്കിഴങ്ങ് ഫ്രൈസ് ഉണ്ടാക്കി. അത് കഴിക്കാൻ അച്ഛനും അഭയ്ക്കും അവൾ കൊടുത്തു. അത് അവർ ഒരുപാട് സന്തോഷത്തോടെ കഴിച്ച് ഇങ്ങനെ പറഞ്ഞു, സത്യമായിട്ടും ഈ ഫ്രൈസിന് നല്ല രുചിയുണ്ട്. അന്ന് വൈകുന്നേരം ഗുഡിയ മാർക്കറ്റിൽ നിന്നും പച്ചക്കറി വാങ്ങാൻ പോയി. അവിടെ ഒരു സ്റ്റോളിൽ ആരോ ഫ്രഞ്ച് ഫ്രൈസ് വിൽക്കുന്നത് അവൾ കണ്ടു. ആ സ്ഥലത്തിലേക്ക് പോകാൻ ധനികരുടെ വീട്ടിലെ പെൺകുട്ടികൾ ഒരുപാട് നാണിച്ചിരുന്നു. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് വിൽക്കുന്ന ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാൻ പോവുക. ഗുഡിയയും അഭയും കുറച്ച് കടം വാങ്ങി ഒരു ചെറിയ റെസ്റ്റോറന്റും തുറന്നു. ഗുഡിയ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനും തുടങ്ങി. ആ സ്ഥലത്തിലേക്ക് ധനികരുടെ വീട്ടിലെ പെൺകുട്ടികളും ഫാമിലീസും വരാൻ തുടങ്ങി. നിങ്ങളുടെ ഫ്രൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഫ്രൈസ് ഒക്കെ കഴിക്കാൻ ഞങ്ങൾ ഒരുപാട് പേടിച്ചിരുന്നു.
ഇതെല്ലാം കേട്ട് ഗുഡിയയ്ക്ക് ഒരുപാട് സന്തോഷമായി. കുറച്ചു ദിവസം വരെ അവൾ തനിയെ ഫ്രൈസ് ഉണ്ടാക്കി. എല്ലാ ഫ്രൈസും വിറ്റുപോയിരുന്നു. ഇപ്പോൾ ഫ്രൈസിന്റെ ഡിമാൻഡ് കൂടിയതുകൊണ്ട് ഗുഡിയയ്ക്ക് തന്നെ പണിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടായി. അപ്പോഴാണ് അയ്യോ പാപം, അവളെ നിങ്ങൾ സഹായിക്കൂ. ഉറപ്പായും. രാത്രിയായതും ഗുഡിയ തന്റെ വീട്ടിലേക്ക് പോയി ഉറങ്ങാൻ കിടന്നു. ഗുഡിയയ്ക്ക് വീട്ടുജോലികൾ കാരണം റെസ്റ്റോറന്റിലേക്ക് വരാൻ കുറച്ച് ലേറ്റായി. മറുവശത്ത് കടയിൽ ഒരുപാട് ഉരുളക്കിഴങ്ങുകൾ കട്ട് ചെയ്ത അവസ്ഥയിലേക്ക് മാറി. ഗുഡിയ കടയിലേക്ക് വന്നതും ഇത് കണ്ട് ഒരുപാട് ഷോക്കായി പോയി. അയ്യോ, ഉരുളക്കിഴങ്ങ് ഇവിടെ കട്ടായിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം കട്ട് ചെയ്തതായിരിക്കും. അത് മാന്ത്രിക ഫ്രഞ്ച് ഫ്രൈസ് ആയതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് ഫ്രൈ ആയി അവിടെ ഉണ്ടായിരുന്ന സെർവിംഗ് പ്ലേറ്റ്സിലും പോയി. അപ്പോൾ ഗുഡിയ അത് ഉടനെ കസ്റ്റമേഴ്സിനും കൊടുത്തു. ഇങ്ങനെ തന്നെ കുറെ ദിവസം വരെ സംഭവിച്ചു. ശേഷം ഗുഡിയയുടെ ഈ മാന്ത്രിക ഫ്രൈസ് നാട് മുഴുവനും ഫേമസ് ആയി. ഇത് കാരണം നാട്ടിലെ ഒരുപാട് സ്ഥലത്ത് ബ്രാഞ്ചും ഓപ്പൺ ചെയ്തു. ഒരുപാട് ബ്രാഞ്ച് തുടങ്ങിയതുകൊണ്ട് ബിസിനസ് ഗുഡിയയും അഭയും ഒരുമിച്ച് കൊണ്ടുപോയി. പിന്നെ ആ നാട്ടിലുണ്ടായിരുന്ന പലരെയും അവർ ജോലിക്കും എടുത്തു. ഇപ്പോൾ അഭയുടെ ചേട്ടന്മാരും അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി. അവർ വന്ന് അഭയോട് മാപ്പും ചോദിച്ചു. അഭയ് അങ്ങനെ അവരെയും ജോലിക്കെടുത്തു. കസ്റ്റമേഴ്സിന് എപ്പോഴെങ്കിലും ഫ്രൈസ് കിട്ടാതെ പോയാൽ മാന്ത്രിക ഫ്രൈസ് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് പറന്നു പോകും. എന്നാൽ ഈ കാര്യങ്ങളൊന്നും കസ്റ്റമർ അറിയുന്നതേയില്ല. ഗുഡിയെ, ഇന്ന് ഇതിനെല്ലാം കാരണക്കാരി നീയാണ്. ഇല്ലെന്നേ, ഇത് നിങ്ങളുടെയും കഷ്ടപ്പാടാണ്. ഒരു കോളേജിന്റെ വെളിയിലായി പപ്പുവിന്റെ ഒരു സ്നാക്സ് കട ഉണ്ടായിരുന്നു. അവൻ അവന്റെ സ്നാക്സ് കടയിൽ പിസ്സയും വിൽക്കും, പിന്നെ മാഗിയും വിൽക്കും. ഒരു മാഗി തരൂ ചേട്ടാ. ആ ഇതാ തരാം. ഒരു വെജിറ്റബിൾ പിസ്സ തരൂ. എക്സ്ട്രാ ചീസ്. എക്സ്ട്രാ ചീസും വേണം. പപ്പുവിന്റെ സ്നാക്സ് കട നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഒരു കോളേജ് ഉള്ളത് കൊണ്ട് ഒരുപാട് സ്നാക്സ് കടകൾ ഉണ്ടായിരുന്നു. ഇത് കാരണം പപ്പു ആലോചിച്ചുകൊണ്ടേയിരുന്നു എങ്ങനെയാണ് തന്റെ കടയെ വലിയ കടയാക്കി മാറ്റുകയെന്ന്. അപ്പോഴാണ് ഒരു കൂട്ടുകാരൻ അവന്റെ കടയിലേക്ക് വന്നത്. പപ്പു ചേട്ടാ, എനിക്കൊരു പിസ്സ തരൂ ചേട്ടാ. ഇതപ്പോ തരാം. എനിക്ക് സാധാ പിസ്സ വേണ്ട. പിന്നെ തനിക്ക് ഏതുപോലെ പിസ്സ വേണ്ട? എനിക്ക് പിസ്സയില് എല്ലാം വെക്കണം. പച്ചക്കറികൾ ഉണ്ടാവണം, പന്നീർ ഉണ്ടാവണം, പിന്നെ മാഗി ഉണ്ടാവണം. എന്ത്, പിസ്സയിൽ മാഗിയോ? നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാലോ. ഞാൻ പിസ്സയും കഴിക്കും, പിന്നെ മാഗിയും കഴിക്കുമല്ലോ. പക്ഷെ പിസ്സയിൽ മാഗി നന്നായിട്ടുണ്ടാവുമോ? വളരെ നന്നായിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ഉണ്ടാക്കിതാ. വിക്രം പറഞ്ഞത് കേട്ട് പപ്പു മാഗി പിസ്സ ചെയ്യാൻ തുടങ്ങി. അവൻ ആ പിസ്സയുടെ മേലിൽ കുറച്ച് മാഗി ഇട്ടു. എന്നിട്ട് അതിന്റെ പുറത്ത് ഇൻഗ്രീഡിയൻസ് ചേർത്തു. നന്നായിട്ടുണ്ട്. പപ്പു ആ മാഗി പിസ്സ ഓവനിൽ വെച്ചു. പിന്നെ അവർ രണ്ടുപേരും ആ പിസ്സ റെഡിയാകാനായി കാത്തിരുന്നു. മാഗി പിസ്സയുടെ മണം വളരെ നല്ലതായിരുന്നു. എന്ത് നല്ല മണമാണ്. പപ്പു കുറച്ചു സമയത്തിന് ശേഷം ആ പിസ്സ പുറത്തെടുത്തു. മാഗി പിസ്സ കാണാൻ വളരെ നല്ലതായിരുന്നു. തരൂ. പപ്പു പിസ്സ കൊടുത്തു. പിന്നെ വിക്രം അത് വാങ്ങി. വിക്രം പിസ്സ കഴിച്ചു നോക്കി. എന്ത് നല്ല രുചിയാണെന്നറിയോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നന്നായിട്ടുണ്ടാവുമെന്ന്. വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എന്താ അത്ര നന്നായിട്ടുണ്ടോ? അതെ ചേട്ടാ, നിങ്ങൾ തന്നെ കഴിച്ചു നോക്ക്. പപ്പു കുറച്ച് മാഗി പിസ്സ വാങ്ങി കഴിച്ചു നോക്കി. അവനത് എത്ര രുചിയാണെന്ന് മനസ്സിലായി. ഇത് നോക്കപ്പാ, ഞാനൊരു പുതിയ ഡിഷ് ഉണ്ടാക്കിയല്ലോ. വിക്രമും പപ്പുവും മാഗി പിസ്സ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴവിടേക്ക് 3 കസ്റ്റമേഴ്സ് വന്നു. ഇത് എന്ത് പിസ്സയാണ്? മാഗി പിസ്സ. മാഗി പിസ്സയോ? ഞങ്ങൾക്ക് ഇതുപോലെ ഒരു മാഗി പിസ്സ തരൂ. പപ്പു ഒരു മാഗി പിസ്സ ചെയ്ത് ഓവനിൽ വെച്ചു. അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറെ കസ്റ്റമേഴ്സ് വീണ്ടും അവിടേക്ക് വന്നു. അവര് മാഗി പിസ്സ ഓർഡർ നൽകി. പപ്പു വീണ്ടും മാഗി പിസ്സ ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ പിസ്സ റെഡിയാക്കും. എന്നിട്ട് അത് ഓവനിൽ വെച്ച് വേവിച്ച് കസ്റ്റമേഴ്സിന് നൽകും. ഇത് വളരെ നന്നായിട്ടുണ്ട്. വളരെ സൂപ്പർ ആയിട്ടുണ്ട്. പപ്പു ചേട്ടാ, വളരെ നന്നായിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. പപ്പു ചേട്ടാ, ഐഡിയ ഞാനല്ലേ തന്നത്. അതെ, വളരെ നന്ദിയുണ്ട് സുഹൃത്തേ. ഇത് നിന്റെ ഐഡിയ തന്നെ. പപ്പു വിക്രമിനെ കെട്ടിപ്പിടിച്ചു. അന്നു മുതൽ പപ്പുവിന്റെ മാഗി പിസ്സ വളരെ ഫേമസ് ആയി. പപ്പുവിന് സന്തോഷമായി. ഒരു മാഗി പിസ്സ. മാഗി പിസ്സ കഴിക്കാനായി പപ്പുവിന്റെ സെന്ററിൽ ഒരുപാട് ആൾക്കാർ വന്നു. കുറച്ചു ദിവസത്തിനകം തന്നെ അവൻ ഒരുപാട് കാശുണ്ടാക്കി. എന്നിട്ട് അവന്റെ പിസ്സ സെന്റർ വളരെ വലുതാക്കി. ഓ ചേട്ടാ, ഇത്രയും വലിയ പിസ്സ പാർലർ ആണോ? അതെ മോനെ,
ഇതൊക്കെ നിന്നെ കൊണ്ടാണ് സംഭവിച്ചത്. അന്ന് ഞാൻ മാഗി പിസ്സ ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. താങ്ക് യു മോനെ. വെൽക്കം ചേട്ടാ, വെൽക്കം. എനിക്ക് മാത്രം എപ്പോഴും ഒരു ഫ്രീ ആയിട്ട് പിസ്സ തരണേ, മറക്കല്ലേ ചേട്ടാ. ആ നീ വിഷമിക്കണ്ട. പപ്പു വലിയ പിസ്സ കട ഓപ്പൺ ചെയ്തു. ഇപ്പൊ കസ്റ്റമേഴ്സ് ഒക്കെ അകത്തിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എല്ലാം നല്ലതായി പോയി. പപ്പുവിന്റെ കടയുടെ അടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു, വിനോദിന്റെ കട. വിനോദ് പല വർഷമായി ഫ്രാങ്കിയും പിസ്സയും വിറ്റുകൊണ്ടിരുന്നു. ഇന്നലെ ചെറുതായിട്ട് ഒരു കട വെച്ചവന് ഇന്ന് ഇത്രയും വലിയൊരു പിസ്സ കട വെച്ചല്ലടാ മോനെ. വാസ്, അവന്റെ പിസ്സ ഐഡിയ ആണ് ഇത്രയും ഫേമസ് ആയിരിക്കുന്നത്. പക്ഷേ ആ മാഗി പിസ്സയിൽ എന്ത് ഫേമസ് ആ ഉള്ളത്? പുതിയതായിട്ടൊന്നും ഇല്ല. എന്നാ നമുക്ക് ഇതുപോലെ ഒരു പിസ്സ ഉണ്ടാക്കിയാലോ? വളരെ കുറവായ വിലയിൽ വെക്കാം. എന്നാ അത് അടിപൊളി തന്നെയാണ് ബോസ്. എന്നാ അങ്ങനെ തന്നെ ചെയ്യാം. വിനോദ് കുറഞ്ഞ വിലയിൽ മാഗി പിസ്സ വിൽക്കാമെന്ന് ഐഡിയ ചെയ്തു. പപ്പു അവന്റെ കടയിൽ മാഗി പിസ്സ 100 രൂപയെന്ന് വിറ്റു. 80 രൂപയ്ക്ക് നമുക്ക് പിസ്സ വെക്കാം, എങ്ങനെയുണ്ട്? അന്ന് വിനോദ് അവന്റെ കടയുടെ വെളിയിൽ ഒരു പോസ്റ്റർ വെച്ചു, പിസ്സ വെറും 80 രൂപയാണെന്ന്. വില കുറവായതുകൊണ്ട് കുറെ യങ്സ്റ്റേഴ്സ് അവിടേക്ക് പിസ്സ കഴിക്കാൻ വന്നു. ഒരു മാഗി പിസ്സ തരൂ. എനിക്കും മാഗി പിസ്സ നൽകൂ. ഇപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് മാഗി പിസ്സ കഴിക്കാൻ വിനോദിന്റെ കടയിലേക്ക് വന്നു. ഇപ്പൊ ഇത് നീ കണ്ടില്ലേ ചോട്ടു? ഇപ്പൊ നമുക്ക് മൊത്തം മാർക്കറ്റ് വാങ്ങാൻ പറ്റും ബോസ്. പപ്പുവിന്റെ പിസ്സ കടയിൽ പതുക്കെ പതുക്കെ ആൾക്കാർ കുറയാൻ തുടങ്ങി. പിന്നെ പപ്പു ചിന്തിക്കാൻ തുടങ്ങി, ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യുമെന്ന്. നമ്മളും കുറച്ച് വില കുറച്ച് നോക്കാം. അന്നേ ദിവസം പപ്പു ഒരു പുതിയ ബോർഡ് വെച്ചു, മാഗി പിസ്സ 70 രൂപയാണെന്ന്. വിനോദ് ആ പപ്പുവിന്റെ കടയിലെ ബോർഡ് കണ്ടു. 70 രൂപയോ? എന്നാ ഇപ്പൊ നോക്കിക്കോ. വിനോദ് ഉടനെ 50 രൂപയാക്കി. ഇപ്പോൾ കസ്റ്റമേഴ്സ് വീണ്ടും വിനോദിന്റെ കടയിലേക്ക് വന്നു. അത് കാരണം പപ്പു വിഷമിച്ചു. 50 രൂപയ്ക്ക് താഴെ എങ്ങനെ കുറയ്ക്കാൻ പറ്റിയ? എനിക്കത് വല്ലാതെ കഷ്ടമായി പോവല്ലോ. പപ്പു ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കാറ്റ് വീശാൻ തുടങ്ങി. ആ കാറ്റിൽ നിന്നും ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു. പപ്പു, ഞാനാണ് നിന്റെ കുലദൈവം. ഞാൻ ഇവിടെ നിന്നെ സഹായിക്കാനാണ് വന്നത്. ഇന്നു മുതൽ നീ എപ്പോഴേക്ക് മാഗി പിസ്സ ചെയ്യുന്നോ അത് വളരെ വലുതായി മാറും. അത് കാരണം നിനക്ക് നല്ല വരുമാനവും കിട്ടും. കിട്ടുന്ന വരുമാനത്തിൽ ഒരു പാതി നീ പാവപ്പെട്ടവരെ സഹായിക്കണം. നിനക്ക് മംഗളമുണ്ടാകട്ടെ. പപ്പുവിന്റെ കുലദൈവം അവന്റെ പിസ്സ ഓവനിൽ കുറച്ച് മന്ത്രം ചെയ്തു. എന്നിട്ട് അവിടെ നിന്നും മാഞ്ഞുപോയി. പപ്പുവിന് അവിടെ എന്താ സംഭവിക്കുന്നെന്ന് ഒന്നും മനസ്സിലായില്ല. കുറച്ചു സമയത്തിന് ശേഷം അവന്റെ കടയിലേക്ക് ഒരു ലേഡി വന്നു. ചേട്ടാ, ഒരു മാഗി പിസ്സ തരൂ. പപ്പു എപ്പോഴും പോലെ മാഗി പിസ്സ റെഡിയാക്കി എന്നിട്ട് ഓവനിൽ വെച്ചു. ഓവനിൽ വെച്ചതും ആ പിസ്സയുടെ രൂപം വലുതാകാൻ തുടങ്ങി. അത് ഓവന്റെ അത്രയും വലുതായി. പപ്പുവും പിന്നെ ആ പെണ്ണും രണ്ടുപേരും ഷോക്കായി പോയി. ഇതെന്തു മാന്ത്രികതയാ? മായമന്ത്രമായ മാഗി പിസ്സ. പപ്പു ആ മാന്ത്രിക പിസ്സ കയ്യിലെടുത്തു. എന്നിട്ട് അത് പീസായി കട്ട് ചെയ്തു. എനിക്ക് ഒരേ ഒരു പീസ് മതി. പിന്നെ പപ്പു ഓരോ കഷ്ണങ്ങളായി വേറെ വേറെ കസ്റ്റമേഴ്സിന് കൊടുത്തു. പപ്പുവിന്റെ മാന്ത്രിക പിസ്സയിലെ കാര്യം ഗ്രാമം മൊത്തം പാട്ടായി. പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. ഒരു പിസ്സ കഷ്ണം എത്ര രൂപയാ? 30 രൂപയാണ്. പപ്പു ഒരു പിസ്സ 6 കഷ്ണങ്ങളാക്കി ഒരുപാട് വരുമാനമുണ്ടാക്കി. രാത്രിയാണ് അവന്റെ കുലദൈവം പറഞ്ഞത് അവന് ഓർമ്മ വന്നത്. ഇന്ന് വന്ന വരുമാനത്തിൽ ഒരു പങ്ക് ദാനം ചെയ്യണം. പപ്പു അവന്റെ വരുമാനത്തിൽ നിന്നും ഒരു പങ്കെടുത്തു. അതും കൊണ്ട് അവൻ ക്ഷേത്രത്തിനരികിലേക്ക് ചെന്നു. ആ കാശിൽ അവൻ ആഹാരം വാങ്ങി പാവപ്പെട്ടവർക്ക് നൽകി. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ. പിന്നെ ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പപ്പു മാന്ത്രികയുള്ള ആ പിസ്സയുണ്ടാക്കും. എന്നിട്ട് അത് വിറ്റ് കിട്ടുന്ന കാശിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവരെ സഹായിക്കും. പിന്നെ വിനോദ് അവന്റെ തല ചൊറിയാൻ തുടങ്ങി. അവന് പപ്പുവിന്റെ പിസ്സ എങ്ങനെയാണ് താനെ വലുതാകുന്നെന്നുള്ള കാര്യം മനസ്സിലായില്ല. മാന്ത്രികതയുള്ള ആ വരം പപ്പുവിനാണ് കിട്ടിയത്. എന്തുകൊണ്ടെന്നാൽ അവൻ വളരെ നല്ലവനാണ്. നല്ലവർക്ക് നല്ലതേ വരൂ. സോൻപൂർ ഗ്രാമം ബാംബു കൃഷിക്ക് പ്രസിദ്ധമായിരുന്നു. അവിടെ വർഷങ്ങളായി ബാംബു കൃഷി നടന്നിരുന്നു. ദിനേശിനും ബാംബുവിന്റെ കൃഷിസ്ഥലം ഉണ്ടായിരുന്നു. അയാളുടെ മകനായ രാജേഷും അയാളുടെ ഒപ്പം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. മോനെ രാജേഷ്, ഇന്നലെ വന്ന ബാംബുവിന്റെ ഓർഡർ അത് നീ കയറ്റി വിട്ടായിരുന്നോ? അതേച്ചാ, ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ കയറ്റി വിട്ടല്ലോ. അവർക്കത് സമയം തെറ്റാതെ കിട്ടുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മുടെ പേയ്മെന്റ് റെഡിയാവും. സന്ധ്യയായി. ദിനേശിന്റെ വീടിന് മുന്നിൽ ബാംബു നിറഞ്ഞ ഒരു ലോറി കിടപ്പുണ്ടായിരുന്നു. അല്ല, ഈ ട്രക്ക് എന്താ തിരികെ വന്നത്? ഈ ലോഡ് അവിടെ ഇറക്കിയിട്ട് പേയ്മെന്റ് വാങ്ങി വരേണ്ടതായിരുന്നല്ലോ. ദിനേശ് പെട്ടെന്ന് തന്നെ രാജേഷിനെ വിളിച്ചു. രാജേഷ് പുറത്തേക്ക് വന്നു. രാജേഷ് ആകെ എന്തോ വിഷമത്തിലായിരുന്നു. രാജേഷ്, നോക്കൂ, പോയ വണ്ടി തിരികെ വന്നല്ലോ. അതെ അച്ഛാ, എനിക്കറിയാം.
പട്ടണത്തിലെ കച്ചവടക്കാർ എന്നെ ഫോൺ ചെയ്തിരുന്നു. അവർക്ക് നമ്മളെക്കാൾ കുറഞ്ഞ വിലയിൽ ബാമ്പു കിട്ടുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഇനി അവർക്ക് നമ്മുടെ ബാമ്പു വേണ്ടെന്നാ പറയുന്നത്. പക്ഷേ ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ ചെയ്താൽ എങ്ങനെയാ? നമുക്ക് പണത്തിന് നല്ല ആവശ്യമുള്ളതല്ലേ. ഇനിയിപ്പോ ഇത്രയും ബാമ്പു നമ്മൾ എന്തു ചെയ്യും? അവര് പറയുന്ന പോലെ വില കുറച്ച് കൊടുക്കാമെന്ന് നിനക്ക് പറയായിരുന്നില്ലേ? അച്ഛാ, ഞാനത് അവരോട് പറഞ്ഞതാ. പക്ഷെ അവർക്ക് വില കുറച്ചാലും നമ്മുടെ ബാമ്പു വേണ്ടെന്നാ പറയുന്നത്. ഞാൻ അവരോട് പകുതി വിലക്ക് വരെ തരാൻ സമ്മതമാണെന്ന് സംസാരിച്ചു നോക്കിയതാ. എന്നിട്ടും അവർക്ക് താല്പര്യമില്ല. ദിനേശിനും രാജേഷിനും ഈ ഓർഡറില് വലിയ പ്രതീക്ഷയായിരുന്നു. കുറച്ചു നാളുകളായിട്ട് കച്ചവടം നല്ല രീതിയിലായിരുന്നില്ല നടന്നിരുന്നത്. ഇപ്പോ ഈ ഓർഡർ കൂടി ക്യാൻസൽ ആയപ്പോ മുന്നോട്ടുള്ള വഴി ഇരുളടഞ്ഞതുപോലെ അവർക്ക് രണ്ടാൾക്കും തോന്നി. ഒരു ദിവസം രാജേഷ് ദിനേശിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ അധികം ആലോചിച്ച് വിഷമിക്കണ്ടോ. ഇത്രയും ബാമ്പു എന്ത് ചെയ്യണമെന്ന് എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. എന്താ മോനെ ചെയ്യാൻ പോകുന്നത്? എനിക്കാണെങ്കിൽ ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ല. ഞാൻ എന്റെ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് സഹായം ചോദിച്ചതാ. പക്ഷേ അവരാരും നമ്മളെ സഹായിക്കാൻ തയ്യാറല്ല. ഇപ്പൊ അവസ്ഥ വളരെ മോശമാ. മാർക്കറ്റിലാണെങ്കിൽ ബാമ്പുവിന്റെ വിലയും കുറഞ്ഞു വരികയാ. അതുകൊണ്ട് അച്ഛാ ഞാൻ പറയുന്നത്, നമുക്ക് ബാമ്പുവിന്റെ കച്ചവടം നിർത്തി മറ്റെന്തെങ്കിലും നോക്കാമെന്ന്. മോനെ, നമ്മുടെ കയ്യിൽ മറ്റെന്താ ഉള്ളത്? നമുക്ക് വേറെ എന്തു ചെയ്യാൻ പറ്റും? അച്ഛാ, അതിന് നമ്മൾ ഇനി പിസ്സ ഉണ്ടാക്കും. എന്ത് പിസ്സയോ? അതെങ്ങനെ? അച്ഛാ, എന്റെ പട്ടണത്തിൽ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. ഞാൻ അവനോട് ഇവിടുത്തെ അവസ്ഥ പറഞ്ഞപ്പോ അവൻ എന്നോട് നല്ലൊരു ഉപായം പറഞ്ഞു തന്നു. പട്ടണത്തിൽ പിസ്സക്ക് വലിയ പ്രിയമാണ്. പലതരത്തിലുള്ള പിസ്സകളും കിട്ടും. അതിൽ തന്നെ ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ളതാണ് ബാമ്പു പിസ്സ. നമ്മുടെ കയ്യിലുള്ള ഈ ബാമ്പുവിന്റെ കാമ്പെടുത്തിട്ടാണ് ആ പിസ്സ ഉണ്ടാക്കുന്നത്. നമുക്കും ബാമ്പു പിസ്സയുടെ ബിസിനസ് തുടങ്ങാന്നേ. പക്ഷേ മോനെ, നമുക്കിതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. അച്ഛൻ വിഷമിക്കണ്ട. എന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ സഹായം തരാന്ന്. രാജേഷും ദിനേശും ചേർന്ന് ബാമ്പു പിസ്സ ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. അവരങ്ങനെ പതിയെ പതിയെ ബാമ്പു പിസ്സ ഉണ്ടാക്കാനായി പഠിച്ചെടുത്തു. എന്നിട്ട് അവര് തീരുമാനിച്ചു ഉടനെ ഒരു ഹോട്ടല് പണിയണമെന്ന്. രാജേഷും ദിനേശും ചേർന്ന് ബാമ്പു ഉപയോഗിച്ച് ഒരു ഹോട്ടല് പണിതു. ആ ഹോട്ടലിന്റെ വാതിലുകൾ മുതൽ ജനലുകളും മേശകളും കസേരകളും എല്ലാം ബാമ്പു കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ആദ്യം അവരുടെ ഹോട്ടലിൽ ആളുകൾ കയറുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദിവസം കോളേജിൽ പഠിക്കുന്ന 2 ചെറുപ്പക്കാർ അവിടേക്ക് വന്നു. എടാ സുരേഷേ, നോക്ക് എന്ത് നല്ല ഹോട്ടലാണെന്ന്. ബാമ്പു കൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ബാമ്പു പിസയാണെന്ന്. എന്നാ വാടാ, ഇവിടത്തെ ബാമ്പു പിസ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അത് വളരെ ശരിയാടാ. നമുക്ക് എന്തായാലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം. സുരേഷും വിവേകും 2 ബാമ്പു പിസകൾ ഓർഡർ ചെയ്തു. എടാ വിവേകേ, നീ ശ്രദ്ധിച്ചോ? ഇവിടത്തെ എല്ലാ മേശയും കസേരയും എല്ലാം ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയതാ. ബാമ്പു കൊണ്ട് എത്ര നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ പ്ലാസ്റ്റിക് ലോകത്തിൽ ഈ എക്കോ ഫ്രണ്ട്ലി ഹോട്ടൽ നല്ല ഐഡിയ ആണല്ലോ. ഇതേപോലെ നമ്മൾ എല്ലാവരും എക്കോ ഫ്രണ്ട്ലി സാധനങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ ഹോട്ടലിന്റെ മുതലാളിയോടൊന്ന് സംസാരിക്കട്ടെ, ഇങ്ങനെ ഹോട്ടൽ ഉണ്ടാക്കാനുള്ള പ്രചോദനം എന്താണെന്ന്. സുരേഷും വിവേകും ദിനേശിനെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. ശരിക്കും നിങ്ങളുടെ ഹോട്ടൽ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാ അത് ചെയ്തത്? അവർ 2 പേരോടും ദിനേശ് തന്റെ കഥ പറഞ്ഞുകൊടുത്തു. അവർക്ക് 2 പേർക്കും ദിനേശിന്റെ ഈ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു. ചേട്ടന്റെ ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? എങ്ങനെ ലാഭമൊക്കെ ആയി തുടങ്ങിയോ? നോക്കൂ, ഞങ്ങൾ ഇത് വലിയ ലാഭത്തിലൊന്നുമല്ല കൊണ്ടുപോകുന്നത്. പക്ഷേ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഭാവിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അതെ, നിങ്ങൾ വളരെ വ്യത്യസ്തമായാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ലാഭം കിട്ടും. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിൽ ഞങ്ങൾ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ ഹോട്ടലിന്റെ കാര്യം ഞങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒന്ന് അവതരിപ്പിച്ച് നോക്കട്ടെ. അങ്ങനെ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് ഈ കോളേജിൽ പോകുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് പ്രശസ്തിയും കിട്ടും. സുരേഷും വിവേകും അവിടുന്ന് ബാമ്പു പിസ കഴിച്ചു. 2 പേർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ കോളേജിൽ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി 10 പിസ പാക്ക് ചെയ്ത് വാങ്ങിച്ചു. അടുത്ത ദിവസം അവർ തങ്ങളുടെ ടീമിനെ കൊണ്ടുവന്ന് ആ ഹോട്ടലിന്റെ നല്ലൊരു വീഡിയോ എടുത്തു. ബാമ്പു പിസ ഉണ്ടാക്കുന്നതും അവർ ഷൂട്ട് ചെയ്തു. അതിനുശേഷം അവരത് തങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇട്ടു. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? ഇന്നത്തെ ഈ ലോകത്ത് ചെറുപ്പക്കാർ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രകൃതിക്ക് ദോഷം വരുത്താത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യമാണ്. ഈ വീഡിയോകളിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ തരുന്നതാണ്. വിവേക്, ദാ നോക്ക്, ബാംബു പിസയുടെ റെസിപ്പിയിൽ 1 മണിക്കൂറിനുള്ളിൽ 1,00,000 വ്യൂസ് ആയി കഴിഞ്ഞു. 10,000 ലൈക്കും 1000 കമന്റ്സും ആയി കഴിഞ്ഞു. ഇതിപ്പോ നമ്മുടെ ചാനലിലെ ഏറ്റവും പോപ്പുലർ ആയ വീഡിയോ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഇക്കോ ഫ്രണ്ട്ലി ഹോട്ടലിനെ കുറിച്ച് ഒരുപാട് ആളുകൾ അറിയാൻ പോവാണ്. അങ്കിൾ, ഇനി നിങ്ങൾ ഫേമസ് ആയി മാറും. ഇങ്ങനെ അച്ഛനും മോനും കൂടി തുടങ്ങിയ ആ ബാംബു ഹോട്ടൽ വളരെയധികം പ്രശസ്തമായി മാറി. അവർ പതിയെ പതിയെ മറ്റു പട്ടണങ്ങളിൽ കൂടി തങ്ങളുടെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി ബാംബു പിസയും ബാംബു ഹോട്ടലും ലോകം മുഴുവനും പ്രശസ്തമായി.